ഇന്ന് നമുക്കൊരു കിടിലൻ ഇഫ്താർ സ്നാക്ക് ഉണ്ടാക്കിയാലോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്കാണ് കേട്ടോ. എന്നാലോ ടേസ്റ്റ് നല്ല സൂപ്പറാണ്. ചിക്കൻ ബ്രെഡ് പൊക്കവടയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ ചിക്കൻ പക്കവട ഉണ്ടാക്കാറുണ്ടല്ലോ, അതുപോലെയല്ല, ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു പക്കവടയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ബൗളിലേക്ക് 1 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇടുക. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. നമുക്ക് നല്ലൊരു തിക്ക് പേസ്റ്റാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ചാൽ മതി. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്, ഇത്രയും മതി. ഇനി ഇതിലേക്ക് 1 കപ്പ് ഫ്രൈ ചെയ്ത ചിക്കനാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ഷാലോ ഫ്രൈ ചെയ്തെടുത്തതാണ്. ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് തന്നെ വേണം കേട്ടോ നമ്മൾ ഇതുപോലെ പക്കവട ഉണ്ടാക്കുമ്പോൾ എടുക്കാൻ, എന്നാലാണ് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ കട്ട് ചെയ്തതാണ് ചേർക്കുന്നത്. പിന്നെ 1 തണ്ട് കറിവേപ്പിൻ്റെ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ മല്ലിയില കുറച്ച് കൂടുതൽ ചേർക്കുക കേട്ടോ. 2-3 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ചേർക്കുന്നത്. പിന്നെ സവാള വേണം. അപ്പോൾ ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള അതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ചേർക്കുന്നത്. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിവിടെ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ബ്രെഡ് പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 പാക്കറ്റ് ബ്രെഡാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൽ നോക്കിയിട്ട് വേണം ചേർക്കാൻ. അപ്പോൾ നമുക്ക് ഓരോ കപ്പ് വീതം ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് 1 കപ്പ് ബ്രെഡ് പൊടിച്ചതൊന്ന് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഇനി 1 കപ്പും കൂടെ ഇട്ടിട്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാണ്. അപ്പോൾ ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി അല്ല കേട്ടോ നമുക്ക് വേണ്ടത്. പിന്നെ ഇതിലോട്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നൊരു പരുവമാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിങ്ങനെ ലൂസായിട്ടുള്ളൊരു മാവല്ല വേണ്ടത്. ലൂസായിട്ട് നമ്മൾ സ്പൂൺ കൊണ്ട് കോരി വയ്ക്കല്ല വേണ്ടത്. ഇതുപോലെ ബോൾസൊക്കെ ആക്കി എടുക്കാൻ പറ്റുന്നൊരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ലൂസായിട്ട് കോരി വയ്ക്കാൻ പറ്റുന്ന പരുവത്തിലാണ് വേണ്ടതെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാനിതുപോലെ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് ഇപ്പോൾ ഇത് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ല പോലെ ഒരു ഗോൾഡൻ ബ്രൗൺ നിറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരാം. എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഫ്രൈ ചെയ്യേണ്ടത്, എന്നാലേ ഇതിലെ കടലമാവൊക്കെ കുക്കാവുള്ളൂ. അപ്പോൾ നമ്മുടെ ചിക്കൻ ബ്രെഡ് പക്കവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം. കണ്ടില്ലേ, അകത്ത് നല്ല സോഫ്റ്റാണ്, പുറമെ നല്ല ക്രഞ്ചി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ബ്രെഡ് ചിക്കൻ പക്കവട ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ വിലയേറിയ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാത്തവരും ലൈക്ക് ചെയ്യാത്തവരും ഒന്ന് ഫോളോ ആൻഡ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.